ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നതും അതിന് വോയിസ് ഓവർ കൊടുക്കുന്നതൊക്കെ. അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ വീഡിയോയിൽ കാണും. അതെല്ലാം നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. കഴിഞ്ഞ ആഴ്ച വരെയുള്ള എല്ലാ ഞായറാഴ്ചകളിലും നമ്മളൊന്ന് പുറത്തോട്ടൊക്കെ പോയി കറങ്ങുകയൊക്കെ ചെയ്യുന്നൊരു സംരംഭമായിരുന്നു. അപ്പോൾ ഈ ആഴ്ച മുതൽ നമുക്കത് പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സോപാനത്തിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇനി മുതൽ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ ഡാൻസിൻ്റെ ക്ലാസ്സും വിശേഷങ്ങളും ആയിരിക്കുമേ. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി. എനിക്ക് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് മുടി കെട്ടാനാണ്. അല്ലാതെ വേറെ ഒരുപാട് മേക്കപ്പ് ഒന്നും ഞാൻ ഉപയോഗിക്കത്തില്ല. അപ്പോൾ മുടിയെല്ലാം കെട്ടി, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ കണ്ണേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീഡിയോയിലൊന്നും വരത്തില്ല, എൻ്റെ മുഖം ഒന്നും കാണിച്ചേക്കരുതെന്ന്. അങ്ങനെ എന്തുമായാലും എന്നെ കൊണ്ടുവന്ന് പാലമുട്ടി കൊണ്ടുവന്ന് ഇറക്കിയപ്പോഴേ എനിക്ക് ബസ് കിട്ടി. ആ ബസ്സിൽ കയറി, തിരക്കില്ലാത്തതുകൊണ്ട് സീറ്റും കിട്ടി. അങ്ങനെ ഞാനൊരു വീഡിയോ എടുത്തു. 10,000 വന്നേ. ഇതാണ് കേട്ടോ സോപാനത്തിലോട്ടുള്ള എൻട്രി. ചെന്നപ്പോഴത്തേക്കും 1:45, 1:55 ആയി കഴിഞ്ഞു. ചെന്നപ്പോഴത്തേനും സാറിന് വലിയ സന്തോഷമായി. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ നേരത്തെ ചെല്ലാറേ ഇല്ല. എപ്പോഴേലും ഒരു 5 മിനിറ്റ് ലേറ്റായിട്ടേ ചെല്ലാറുള്ളൂ. ഇന്ന് നേരത്തെ ചെന്നുകൊണ്ടായിരിക്കും സാറിന് നല്ല സന്തോഷമായിരുന്നു. അപ്പം പാട്ട് പഠിപ്പിക്കുന്ന എൻ്റെ സ്വന്തം ബിജു സാറാണ്. താളം പഠിക്കുന്ന എൻ്റെ സ്വന്തം ജേക്കബ് സാറും തൊട്ടടുത്തിരിക്കുന്നത് അനില ചേച്ചിയുമാണ്. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ കയറി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കുട്ടികളെല്ലാം വന്നു. ക്ലാസ് ചേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കാം കുറച്ച് കുട്ടികൾ കുറവുണ്ടായിരുന്നു. അവരുടെ എല്ലാം പേരൻസിനെ നമ്മൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും അടുത്ത ക്ലാസ് മുതൽ കറക്റ്റായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ 4 ദിവസം കൊണ്ടാണ് കുട്ടികളെ ഡാൻസിൻ്റെ ക്ലാസ്സിൽ ചേഞ്ച് ആക്കിയത്. കാരണം ശനിയാഴ്ച ദിവസം മാറ്റി നമ്മൾ ഞായറാഴ്ച ദിവസത്തോട്ടാക്കിയത്. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരാഴ്ചയിൽ ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ഇവരെല്ലാം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എന്തൊരു സപ്പോർട്ടാണെന്നറിയാമോ എൻ്റെ കുട്ടികൾ. ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് നന്ദുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞത് കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ വേറെ ഗിഫ്റ്റൊന്നും കൊടുക്കാനില്ലായിരുന്നു. എന്തുമായാലും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നൊന്ന് വിഷ് ചെയ്തു. അപ്പോൾ അതാണ്ട് നമ്മുടെ പുറയിൽ വന്നിരിക്കുന്ന ഒരാൾ അനില ചേച്ചിയാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് ഈ വീഡിയോയിലൊന്നും വരാൻ വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. എങ്കിലും ഞങ്ങൾ പിടിച്ചിട്ടു. അങ്ങനെ അവൾ മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് പോയി മുട്ടായി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവളങ്ങനെ മുട്ടായിയൊക്കെ എടുത്തുകൊണ്ട് അവളങ്ങനെ മുട്ടായി എല്ലാം കൊടുത്ത് അവളുടെ ചെറിയ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേർന്നു. അങ്ങനെ അവിടുത്തെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു. ചായയൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേന് ആദ്യം പുറകിൽ നിന്ന് ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് പക്രു 10ാം ക്ലാസ്സിൻ്റെ ട്രോഫിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സന്ധ്യ ആയപ്പോഴത്തേന് ആദ്യം വിളക്കൊക്കെ കത്തിച്ചു. ഇനി പുള്ളിക്ക് കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പയ്യെ കുത്തിയിരുന്ന് എഴുതുവാണ് കേട്ടോ. ഉടായിപ്പിൻ്റെ അങ്ങേ അറ്റമാണ് ഇവൻ. കാരണം എന്ന് പറഞ്ഞാൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കരച്ചില്ല. ഇപ്പം കണ്ടോണ്ടേ ഒരു കള്ള നോട്ടമുണ്ട് കേട്ടോ. ശരി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മൂട്ടിപ്പഴം രാവിലെ അരിഞ്ഞിട്ട്